ആരത്? ഹലോ ജോണേട്ടാ, ഏട്ടനിപ്പ എവിടെയാ? രാത്രി എന്നെ ഒന്ന് വിളിച്ചു പോലും ഇല്ലല്ലോ. ഞാൻ എന്തോരം ടെൻഷൻ അടിച്ചെന്ന് അറിയാം വിളിക്കാണ്ടായപ്പോ. ഭക്ഷണമൊക്കെ കഴിച്ചോ? അതെന്താ എന്താ ഭക്ഷണം കഴിക്കാണ്ടിരുന്നേ? എന്ത് കഷ്ടമാണ്. ഞാൻ വൈകിട്ടല്ലേ വരും എന്ന് പറഞ്ഞ ജോണേട്ടനോട്. ജോണേട്ടാ, പിന്നെ ഹർത്താൽ ആയതുകൊണ്ട് പുറത്തേക്കൊന്നും ഇറങ്ങണ്ട കേട്ടോ. ഹർത്താൽ നല്ല സ്ട്രോങ് ആണെന്നാണ് കേട്ടിട്ടുള്ളത്. എന്തുവാടേ ഓടാ. അയ്യോ ജോണേട്ടാ, അതിവിടെ പറഞ്ഞതാണ് ഞാൻ. എന്റെ മറ്റേ ഫ്രണ്ട് ഇല്ലേ രാഗിണി, അവൾ അടുത്തുണ്ടെന്നേ. നമ്മളിങ്ങനെ കാലത്തെ സൊള്ളുന്നത് അവൾക്ക് ഇഷ്ടപ്പെടണില്ല. നല്ല സൂയ. അതൊക്കെ നമുക്ക് വിടാം. പിന്നെ ഇവിടെ മഴയുണ്ടോ? ഉവ്വോ. അപ്പൊ പിന്നെ പുറത്തേക്കൊന്നും ഇറങ്ങണ്ട കേട്ടോ, ജലദോഷം പിടിക്കുവേ. ഓക്കെ ഓക്കെ, അപ്പൊ ശരി. ടേക്ക് കെയർ, ടാറ്റാ, ബൈ ബൈ. നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. കാമുകന്റെ അടുത്തിരുന്നുകൊണ്ട് ഭർത്താവിനെ ഇങ്ങനെ സൂചിപ്പിക്കാനുള്ള കഴിവുണ്ടല്ലോ, അപാരം തന്നെ. നിന്റെ ഭാര്യ എങ്ങനെയാ? ഞാൻ പറയുന്നതിനപ്പുറം ഒരു വാര അവൾ അങ്ങോട്ട് പോവില്ല. നീ നിന്റെ ഭർത്താവിനെ വിശ്വസിപ്പിച്ച് വെച്ചിരിക്കുന്ന പോലെ തന്നെ ഞാനും അവളെ വിശ്വസിപ്പിച്ച് കുളിപ്പിച്ച് കിടത്തിയേക്കാം. ഫ്ലാറ്റ്. അടിപൊളി. ഉടനെ എങ്ങാനും വരുവോ? ഇന്ന് ഹർത്താലല്ലടി. ഞാൻ കാർ ഓട്ടി ചെന്നാലേ അവൾ ഇങ്ങോട്ട് വരുള്ളൂ. അതുവരെ നമുക്ക് ഇവിടെ തിമിർക്കാം. നീ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേ. മൊബൈലിൽ തള്ളി പറയണ്ട കേട്ടോ. ഇതാണ് നമ്മള് വീണ്ടും വരുവിപ്പിച്ചത്. സമ്മതിച്ചെന്റെ പൊന്നേ. വിട്, ഞാനൊന്ന് ടോയ്ലറ്റിലൊക്കെ പോയി ഫ്രഷ് ആയി വരട്ടെ. ഓക്കെ. രാഹുൽ, വെള്ളമില്ലല്ലോ. വെള്ളമൊക്കെ വന്നോളൂ, നീങ്ങി വാ. തങ്കം, തങ്കം. തുടങ്ങി. ഇങ്ങനെ വായി വെള്ള തുണിയും കുത്തി തിരികെങ്കിൽ പകുതി മനസ്സമാധാനം കിട്ടിയേനെ. ഇങ്ങ വാങ്ങോ. കാര്യം തൊണ്ട പൊട്ടിക്കണ്ട, ഞാൻ വരുന്നു. എന്നതാ തങ്കത്തിന് വേണ്ടതാ? തങ്കം, അവിടെ ഇരിക്കുന്ന തണ്ണി ഇങ്ങെടുക്ക്. അത് ശുദ്ധമാണ് ഗംഗാജലം. ഇവിടുന്ന് ഒരു അടി എഴുന്നേറ്റ് എടുക്കാന്നല്ലേ ഉള്ളൂ ഗംഗാജലം. ഞാൻ അടുക്കള ജോലിക്കിടയിൽ വന്ന് എടുത്ത് തന്നല്ലേ മനസ്സമാധാനം ഉള്ളോ? അങ്ങനെയൊന്നും ചൊല്ലക്കൂടാതെ. അപ്പ വലിച്ചു കിടക്കത്. സ്വർഗത്തിലേക്ക് പോകുന്നത് വരെ നമ്മ കൂടെ തന്നെ വേണം. ഒരാഴ്ചയായില്ല സ്വർഗത്തിലേക്ക് പോകുന്ന പറഞ്ഞ് ജോലിക്കും പോകാതെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കാൻ തുടങ്ങിയിട്ട്. അങ്ങോട്ട് തീരുന്നുമില്ല, വാഴുന്നുമില്ല. മനുഷ്യന് സ്വസ്ഥതയില്ല. മനുഷ്യന് ഊപ്പാട് തീരുന്നു. തങ്കം, ദോഷം ചൊല്ലക്കൂടാതെ. ഇതൊക്കെ പുണ്യപ്രവൃത്തി താനേ. എനിക്ക് ആ പുണ്യം വേണ്ട. നിങ്ങൾ അങ്ങോട്ട് ഒറ്റയ്ക്ക് എടുത്തു. എന്തൊരു മനുഷ്യനാപ്പ. നാളെ നമുക്ക് ഈ ഗതി വരും, അത് മറക്ക വേണ്ട. വന്നാലേ ഞാൻ അങ്ങോട്ട് സഹിച്ചു. നന്നോട് തർക്കിച്ചു നിൽക്കാൻ ഞാനില്ല. നീ ആ ഗംഗാജലം ഇങ്ങോട്ട് എടുക്ക്. ഞാൻ അപ്പൊ അവിടെ ചുണ്ടൊന്ന് നനച്ചു കൊടുക്കും. ഇനിയിപ്പൊ ഞാൻ എടുത്തു തരാഞ്ഞിട്ടേ നിങ്ങളുടെ അപ്പ സ്വർഗത്തിൽ പോകാതിരിക്കണ്ട. അപ്പാ, അപ്പാ. തങ്കം, തങ്കം, നീ എന്ത് പണിയാ ചെയ്ത്? അപ്പാക്ക് കൊടുക്കണ്ട ഗംഗാജലം താനത്. ഇനിയിപ്പൊ എന്ത് ചെയ്യും? ഇനിയിപ്പോ എന്നാ ചെയ്യാനാ? അപ്പനെ എടുത്തോണ്ട് വന്ന് കമ്പത്തി കൊണ്ടേ കിടത്തുക. എന്നിട്ട് നക്കി നക്കി അങ്ങോട്ട് കുടിക്കട്ടെ. തങ്കം, എന്നാ കുറച്ച് സാധാരണ വെള്ളം കൊണ്ടുപോവാ. ഇവിടെ പൈപ്പിൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല. വെള്ളം ഇല്ലേ? ഇല്ലെന്നേ. വെള്ളത്തിന് എന്ത് ചെയ്യും? അപ്പാക്ക് ദാഹിക്കുന്നു. നിങ്ങൾ അപ്പുറത്തെങ്ങാനും പോയി നോക്ക്. ഞാനോ? അല്ല, ഞാൻ തന്നെ പോയി നോക്കാം. അത് ഞാൻ തന്നെ പോണം. ഈ ഒരു മനുഷ്യൻ. അപ്പാ, തണ്ണി ഇപ്പൊ തരാവേ. ആശ്വാസമായി. മതി നിന്നെ. നീ ശുദ്ധമാണോ? എന്താ സാറേ? അല്ല, നീ ശുദ്ധമാണോന്ന്. അത് പിന്നെ ശുദ്ധമല്ല അല്ലേ? അപ്പാക്കേ വലിയ ഇത്തിരി കൂടുതലാ. ചുണ്ട് നനയ്ക്കാൻ ഇത്തിരി വെള്ളം വേണം. ഇവിടെ തീർന്നു. ശുദ്ധമില്ലാത്തവർ തണ്ണിയെടുത്താൽ ആത്മാവ് നരകത്തിൽ പോകും. വേണ്ട വേണ്ട. ഇനിയിപ്പൊ എവിടെ പോയിട്ട് പെണ്ണിന് മാത്രമേ ശുദ്ധ അശുദ്ധി. എന്ത് വളമാണ് മോനെ നീ ഇതിനൊക്കെ ഇടുന്നത്? സാറെന്താ എനിക്ക് വളമിടാൻ വന്നതാണോ? നിന്റെ ഈ ഞെരിപ്പ് കണ്ടപ്പോ എനിക്കൊരു കൊതി തോന്നി. പണ്ട് ഞാനും ഒന്ന് ശ്രമിച്ചു നോക്കിയതാ ഇങ്ങനെ ഒന്നാവാൻ. പക്ഷെ മസിൽ വെട്ടിക്കേറി 3 മാസം ആശുപത്രി കിടക്കാനായിരുന്നു യോഗം. അതോടെ ആ പൂതിയൊക്കെ തീർന്നു. പക്ഷെ നിന്നെ പോലുള്ള പിള്ളേരെ കണ്ടാൽ എനിക്ക് അങ്ങ് ഉണരും. പഴയ ഓർമ്മ, നൊസ്റ്റാൾജിയ. ഇത്തിരി നേരത്തെ ആയിരുന്നെങ്കിൽ നിനക്ക് ഞാൻ എന്റെ മോളെ കെട്ടിച്ചു തന്നെ. എവിടെ അടിച്ചു നോക്കി? ശരിക്കും കോപ്പ് കിട്ടിച്ചേരും.
അയ്യോ. ഹലോ, കുഴപ്പമില്ല ഡാഡി. ഞാൻ പഠിക്കായിരുന്നേ. പിന്നെ ഞാൻ ഫോൺ കട്ട് ചെയ്യാണ്. അല്ലെങ്കിൽ പഠിത്തത്തിന്റെ ടച്ച് വിട്ടു. ശരി. ഷോ, നേരം വിളിത്താ. എടാ അലക്സ്, എഴുന്നേക്കടാ. എടാ എഴുന്നേക്കാൻ. എന്താടാ നേരം വിളിത്ത്. എപ്പോ? അയ്യോ ചതിച്ചല്ലോ. അവളോടാ മാ നോക്കാം. മാറക്കൊണ്ട് എന്റെ ദൈവമേ. ഹലോ. നേരത്തെ എഴുന്നേറ്റാ? എത്ര വൈകി കിടന്നാലും നേരത്തെ എണീക്കുന്ന എന്റെ ഒരു ശീലമാണ്. വൈകി കിടക്കുന്ന കുട്ടിയുടെ ഒരു ശീലമാണല്ലോ അല്ലേ അല്ലേ? ഇന്നലത്തെ ഒരു രാത്രി ഫുള്ള് വേസ്റ്റ് ആക്കി കളഞ്ഞു. അത് പിന്നെ ഇന്നലെ ആട്ടവും പാട്ടും ഡാൻസും ഒക്കെ ആയപ്പോ അങ്ങനെ എന്നെ മറന്നുവല്ലേ? എന്ത് മറന്നൊന്നുമല്ല. പിന്നെ? ഈ ഹർത്താൽ ദിവസം നമുക്കൊരു ആഘോഷ ദിവസമാക്കി മാറ്റിയാലാ? എങ്ങനെ തുടങ്ങിയാലാ? ഞാൻ റെഡി. ഇതിനൊക്കെ ഒരു പ്രൈവസി വേണ്ടേ? ഇത് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ചാ ഒരു മൂഡും ഉണ്ടാവൂല. ഒരു കമ്പനി കൂടി വട്ടം കൂടി ഇരുന്ന് സിപ്പായി കുടിച്ചാ ഡയറക്റ്റ് സ്വർഗത്തിൽ പോവാ. നീ ഇതാണ് ഉദ്ദേശിച്ചത്? പിന്നെ ജയിക്കും എന്താ ഉദ്ദേശിച്ചേ? അതല്ല, ഐ മീൻ ഇത് തന്നെ. ജയിക്കൂ, നീ 2 ഗ്ലാസ് ഒന്ന് കഴുകിക്കൊണ്ടുവാ. നമുക്ക് 2 എണ്ണം പൂശാടാ. പോയി കഴിക്കൊണ്ടു അരുണ. നല്ല കൈ വേണ്ടട്ടാ. നോക്കിക്കോടി, മദ്യപിച്ച് നിന്നെ ഞാൻ ബോധം കെടുത്തു. എന്നിട്ട് ഞാൻ ബാക്കി കാണിച്ചു തരാട്ടാ. ആദ്യം ഗ്ലാസ് ഇടട്ടെ. വെള്ളമില്ലല്ലോ. പണ്ടരണങ്ങനിട്ട് ഇനിയിപ്പോ ഗ്ലാസ് കഴുകാണ്ട് അടിച്ചാ മതി. അമൃതൊന്നും അല്ലല്ലോ അടിക്കണത്, അത് മതി. ഗ്ലാസ് എത്തി. രണ്ടുപേരും ശ്രദ്ധിക്കുക. 30 മില്ലി മദ്യത്തില് 40 മില്ലി സോഡ ഒഴിക്കുക. 4 മില്ലി വരുന്ന 3 ഐസ് ക്യൂബ് അതിലിട്ട് 2 റൗണ്ട് ഒന്ന് കറക്കി കാർന്നോമാർക്ക് കൈമുക്കി ഓരോ തുള്ളി നാക്കിലിട്ടിച്ച് നാക്കൊണ്ട് ഗ്ലാസിന്റെ വക്കിലൊന്ന് തലോടി കവിളിൽ കൊള്ളുന്ന അത്ര എടുത്ത് ഒന്ന് കുലുക്കി കഴിഞ്ഞു ഒറ്റയർക്ക. എന്റെ ജേക്കപ്പേ ഉടലോട് സ്വർഗത്തിലെത്തും. എന്നിട്ട് അതിന്റെ സ്റ്റില്ലെടുത്ത് വാട്സപ്പിന്റെ ഗ്രൂപ്പിലിടാം. നീ ആദ്യം സ്വർഗത്തിലെത്ത്, പിന്നാലെ ഞങ്ങളും വരാം. ഒരുമിച്ച് പോവാടാ. വെള്ളം, ഐസ്, സോഡ ഒന്നും ഇല്ലല്ലോ അരുണേ. എന്നാ പൈപ്പിന്ന് എടുക്കലക്സേ. രക്ഷ, പൈപ്പിലും വെള്ളമില്ല. അപ്പോ ഡ്രൈ അടിക്കുന്ന കണ്ടോ? തീർക്കല്ലേ. കൊരങ്ങന്മാര്. 4 × 2 8. 8 × 3 24. 24 1 കുറച്ച് 23. അപ്പൊ 12 23. ഇന്ന് 12 23 5000. മനസ്സിലായി? ഫ്ലാറ്റിൽ വെള്ളമില്ല, കറണ്ടില്ല, ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല. ഇതൊക്കെ പറയാനല്ല എന്നെ വിളിക്കുന്നത്. ഇതൊന്നും എന്റെ പരിധിപ്പെട്ട കാര്യങ്ങളല്ല. അതുകൊണ്ട് എന്നെ വിളിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഇതൊരു ശല്യമായല്ലോ. നിർത്തടി, നിർത്താൻ. അപ്പൊ പറഞ്ഞ കേൾക്കാൻ അറിയാം. ഇനി നാഷണലൊന്ന് വിളിച്ചു നോക്കട്ടെ, അവിടെ കാണുമായിരിക്കും. ഹലോ ഹലോ ഹലോ. അവിടെ അല്ല, ഇവിടെ. നീയായിരുന്നു. എന്തടി? ഇയാളെന്താ ഫോൺ എടുക്കാത്ത? ഞാൻ വിളിച്ചിട്ട്. പിന്നെ നീ എന്റെ ഭാര്യയല്ലേ വിളിച്ചു പറഞ്ഞ ഫോൺ എടുക്കാൻ? ഭാര്യ വിളിച്ചാൽ മാത്രമേ ഫോൺ എടുക്കുള്ളൂ. അതുകൊണ്ട് പേരിന് ഒരെണ്ണം പോലും ഇല്ലല്ലോ ഭാര്യ. നീ കൂടെ കൂടിക്കോടി. പരസ്പരം സഹകരിച്ചു നിന്നാൽ നമുക്ക് പല കൊടുക്കൽ വാങ്ങലുകളും നടത്താം. അയ്യടാ, കൊള്ളാലോ മനസ്സിലിരിപ്പ്. മനുഷ്യനെടുത്ത് ഈ ചവിട്ടി നിൽക്കുക. അപ്പഴായോടൊരു എന്നാലേ നീ ആ തീന്ന് ഇറങ്ങിയേക്ക്. വെറുതെ കാല് പൊള്ളിക്കണ്ട. ഞാൻ വല്ലതും പറയും കേട്ടോ പവി. പറയടി. കാലത്ത് തൊട്ട് ഇവിടെ വെള്ളമില്ലെന്ന്. ലിഫ്റ്റും വർക്ക് ചെയ്യുന്നില്ല. ഇതൊക്കെയല്ലേ? ഇതൊക്കെ നമ്മൾ രണ്ടുപേരും തീരുമാനിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളല്ല. പിന്നെ ഞാനിപ്പോ എന്ത് ചെയ്യും? ഏത് ഫ്ലാറ്റിൽ ചെന്നാലും വെള്ളമില്ല എന്ന് പറഞ്ഞ് നിലവിളിയാ. ഞാനിപ്പോ വെള്ളത്തിന് എവിടെ പോവാനാ? എവിടെ പോയാലും ഇന്ന് ഒരു തുള്ളി വെള്ളം കിട്ടുകയില്ല. ഒന്നാമത് ഇന്ന് ഹർത്താല്. ഒരു പെട്ടിക്കട പോലും തുറന്നിട്ടുണ്ടാവില്ല. പിന്നെ കോർപ്പറേഷൻ വെള്ളത്തിന്റെ കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ.
3 ദിവസമായിട്ട് മുടക്കവാ. ഇനി കായലിൽ നിന്ന് കൊണ്ടുവരാന്ന് വെച്ചാൽ കുറഞ്ഞൊരു 5 കിലോമീറ്റർ എങ്കിലും നടക്കണം. ടാങ്കർ സൂര്യ എവിടെ? അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലാന്നേ. ഒന്ന് വിളിച്ചേ. വിളിച്ചു കിട്ടണ്ടേ? നീ ഒന്നും കൂടി ഒന്ന് വിളിക്കാൻ. നീ പറഞ്ഞുകൊണ്ട് മാത്രം ഒരിക്കൽ കൂടി ഞാൻ വിളിക്കാം. ആ ബെല്ലടിക്കുന്നുണ്ട്. സുരേന്ദ്രൻ, നീ ഇതെവിടെയാ? എടാ സുരേന്ദ്ര നാറി, നീ എന്ത് പണിയായി കാണിച്ചത്? നിനക്കറിയാമല്ലേ നീ ഇവിടെ വെള്ളം കൊണ്ടുവന്നില്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊന്നും നടക്കൂലെന്ന്. നീ ഏത് മറ്റടുത്ത് പോയി കിടക്കുക? ഞാൻ വെള്ളം കൊണ്ടുവന്നതാ മാലതി. പിന്നെന്താ ഇടയ്ക്ക് വെച്ച് വെള്ളം ചോർന്നു പോയോ? പുലർച്ചെ വരുന്ന വഴിക്ക് സ്റ്റേഷന്റെ അടുത്ത് വെച്ച് ഹർത്താലുകാരനെ തല്ലി വെള്ളക്കൊള്ളും അവന്മാര് പൊട്ടിച്ച് കളഞ്ഞ്. അതുകൊണ്ട് ടാങ്കർകാരും ഞങ്ങളും മിന്നൽ പണി മുടക്കില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫ്ലാറ്റിലുള്ളവർ പിന്നെ വെള്ളത്തിൽ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാ ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് എന്റെ ജീവനല്ലേ വലുത്. ഞാൻ ആശുപത്രി ചികിത്സയില്ല. അപ്പൊ ശരി. എന്തായി? വെള്ളം വരുവോ? ഇങ്ങനെ പോയി എന്റെ ജന്മത്ത് വരൂല. എന്താ? വെള്ളമായി വന്ന അവനെ ഹർത്താലുകാര് തല്ലിന്നോ ആശുപത്രിയിലായിന്നോ വെള്ളക്കൊഴില് പൊട്ടിച്ചെന്നൊക്കെ പറയണോ. അതുകൊണ്ട് അവരിപ്പോ മിന്നൽ പണി മുടക്കാം. എന്താ ദേ വരുന്ന ഇന്ന് കൊല്ലും. കുഴലും പൊട്ടിയോ? അപ്പൊ ഇന്നിനി വെള്ളം വരത്തില്ല. അങ്ങനെ ആ കാര്യത്തിലൊരു തീരുമാനമായി.